FC സയൻടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം അരീക്കോടിലെ i3-200 മെഷീൻ ഇൻസ്റ്റാളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. മെഷീനെ എങ്ങനെ അസംബ്ലി ചെയ്യാമെന്നുള്ളത് മുതൽ പ്രിൻറ്റിങ് മെത്തേഡ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോക്സ് പൊളിച്ച് ബോക്സിൽ നമുക്ക് ഫുൾ ഇങ്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്റ്റാൻഡ് എല്ലാം ഇൻക്ലൂഡായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഫുള്ള് ഓരോന്നായി അസംബ്ലി ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാൻഡ് ഞങ്ങൾ അസംബ്ലി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിൻറ്റിങ് യൂണിറ്റ് ഹെഡ് കാര്യങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് മെഷീൻ ലോഡ് ചെയ്ത് ഞങ്ങൾ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫുൾ അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കാണുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ലെഫ്റ്റ് റൈറ്റ് വരുന്ന കാലുകൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും നമ്മൾ ഫിറ്റ് ചെയ്ത് അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കാണുന്ന ഫുൾ സൈസിൽ ഇങ്ങനെയാണ് മെഷീൻ ഫുൾ അസംബ്ലി ചെയ്ത് റിസൾട്ട് കിട്ടുന്നത്. ഇതിൽ ബാക്കിൽ CNYK ആണ് നമ്മൾ ഇതിലേക്ക് ഇങ്ക് യൂസ് ചെയ്യുന്നത്. അതിന് കാർട്രിഡ്ജ് അല്ല, ബോട്ടിൽ യൂസ് ചെയ്തിട്ട് 4 കളറാണ് യൂസ് ചെയ്യുന്നത്: സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. പിന്നെ ഇതിൽ ഫ്രണ്ട് ബാക്ക് ഹീറ്റർ ഉണ്ട്. 3 ഫ്രണ്ട് ബാക്ക് ബെഡിൽ വരെ ഹീറ്റർ ഇതിൽ ഇൻക്ലൂഡാണ് മെഷീനിൽ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ റോള് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, ഫീഡ് ചെയ്യുന്നത്. ഫീഡർ വരുന്നത് ബാക്ക് സൈഡിൽ. പിന്നെ അതുപോലെ ഫ്രണ്ടും ബാക്കും നമുക്ക് ലിവർ, നമ്മൾ പിഞ്ച് റോള് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കിലും ലിവർ അലൂഡായിട്ട് വരുന്നുണ്ട് മെഷീനിൽ. പിന്നെ i3-200 ഹെഡാണ് ഇതിൽ മെഷീനിൽ വരുന്ന ഇൻക്ലൂഡായിട്ട്. ഇതേ ബോഡിയിൽ തന്നെ SP600 വരുന്നുണ്ട്, i600 വരുന്ന മെഷീനുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് i3-200 ആണ് ഇതിൽ ഇൻക്ലൂഡ്. സിംഗിൾ ഹെഡ് മെഷീനാണ്. പിഞ്ച് റോള് വരുന്നത് ഡബിൾ റോളാണ് പിഞ്ച് റോള് വരുന്നത്. ഫ്രണ്ടും ബാക്കും ലിവർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഹീറ്റർ വരുന്നത് ഫ്രണ്ട് ബാക്ക് ബെഡ് ഹീറ്റർ വരുന്നുണ്ട്. അതേപോലെ വേറൊരു ഫീച്ചേഴ്സാണ് ഹെഡിൻ്റെ അടിഭാഗം നമുക്ക് വൃത്തിയാക്കാനും മെയിൻ്റെനൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റിഫ്ലക്ഷൻ മിറർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണല്ലേ 3 റെഡ് സ്വിച്ച് വരുന്നത്, അത് ബെഡ് ഹീറ്ററാണ് വരുന്നത്. പിന്നെ ഓട്ടോ മാർജിൻ സെറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സാണ് നമുക്ക് ക്യാരേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാരേജിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ബെഡിലല്ല ഹെഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ സൺ പാക്ക്, ഫോം ഷീറ്റ് ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഹെഡിനെ നമുക്ക് ഉയർത്തിയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് അടിക്കാം. സൺ പാക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിടുക. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഹെഡിൻ്റെ പല പർപ്പസ്. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് അടിച്ച് ഹെഡ് ഇൻക്ലൂഡ് ചെയ്ത് ഹെഡ് ഫിറ്റ് ചെയ്തു. ഇതിൽ സോഫ്റ്റ്വെയർ വരുന്നത് ഹോൺസൻ്റെ സോഫ്റ്റ്വെയർ ആണ്. റിപ്പിംഗ് സോഫ്റ്റ്വെയർ വരുന്നത് മെയിൻ ടോപ്പ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ പ്രിൻ്റ് അടിച്ചത് കൊറിയൻ ക്ലോത്തിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിൽ ഞങ്ങൾ സാധാ 3 പാസിലും അടിച്ചു, 4 പാസിലും റിന്നിങ് അടിച്ചു. ഈ 2 ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പ്രിൻ്റ് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ വിനിയൽ, ബാക്ക്ലൈറ്റ്, ക്ലോത്ത്, 1-way വിഷൻ, പേപ്പർ, PVC കണ്ടൻറ്റുള്ള പേപ്പർ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യാം. അതേപോലെ ഫോം ഷീറ്റ്, സൺ പാക്ക്, പിന്നെ A2 പേപ്പർ, A4 A2 പേപ്പർ, അതായത് 300 GSM, പിന്നെ 800 GSM പേപ്പർ, അതേപോലെ ക്ലോത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ, സൈൻ അപ്പ്.